രാജറിയുടെ ഒത്ത് കേട്ടിട്ടും ഇവിടെ കിടന്ന് കൂത്താടുന്നു. പണി തുടങ്ങുന്നതിന് മുൻപ് ഗുമ്മ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. മാനേജർ സാർ ഞങ്ങളോട് പൊറുക്കും. അത് കൊള്ളാം. നിങ്ങളിൽ ആരുടെ കൂടെയാ ഞാൻ പൊറുക്കേണ്ടത്? ഒരു കാമഡി കേട്ടിട്ട് ചിരിക്കാതെ നിൽക്കുന്നോ? വേട്ടാവളിയാ. നീ എന്താ പറഞ്ഞത്? ഏത് കാര്യവും ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും വെട്ടിത്തുറന്ന് പറയും. എല്ലാ കാര്യവും വെട്ടിത്തുറന്ന് പറയാൻ നീ ആര്? ചീഫ് വിപ്പോ? നിങ്ങളുടെ പരിപ്പ് എന്റെ കലത്തിൽ വേവില്ല മാനേജർ സാർ. നല്ല പരിപ്പാണെങ്കിൽ ഏത് കലത്തിലും വേവുന്നവെങ്കിൽ ഏത് കലത്തിലും വേവും. രാജമ്മ വരുന്നുണ്ട്. അനവലാദികൾ. രാജമ്മ, ഞാനൊരു സ്വകാര്യം പറയട്ടെ. ഫാക്ടറിയിൽ വെച്ചുള്ള നമ്മുടെ ഒളിച്ചൊളി നടക്കില്ല രാജമ്മ. ഷിലോണിൽ നിന്നും കൊച്ചുമലയാളി വരുന്നു. കൊച്ചുമുതലാളി വരുമ്പോൾ എനിക്ക് ശമ്പളം കൂട്ടിത്തരണം. എന്ത് ശമ്പളം? ഞാൻ പേടിച്ചു. ഒരു കണക്കിട്ടാൽ ഞാൻ കൂട്ടിത്തരാം. സിമെന്റ് മണൽ തന്നാൽ ഞാൻ കൂട്ടിത്തരാം. പണി ചെയ്യാൻ സമയം വേണമെങ്കിലും ഞാൻ കൂട്ടിത്തരാം. പക്ഷേ ശമ്പളം മാത്രം കൂട്ടിത്തരാൻ ഞാൻ ആരുമല്ല രാജമ്മ, ആരുമല്ല. തീ പൊട്ടിച്ചിട്ടെന്ന് ചിരിക്കുന്നു. നിങ്ങളുടെ ഈ തോന്നിവാസം ഞാൻ മുതലാളിയോട് പറയും. മുതലാളിയെ കഥ തറ, മുതലാളിയെ കഥ തറ. മുതലാളി എന്തോ നീ പറയുന്നത്? കഥ പറയാനല്ല, കഥക്ക് തുറാനാണ് പറഞ്ഞത്. മുതലാളി കട്ടായമായി ശമ്പളം കൂട്ടി തന്നെ പറ്റും. 6 രൂപ, 5 രൂപ, 4 രൂപ. മുതലാളി നന്ദി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ മുതലാളി നോക്ക്, ആ ഗോപി വരുന്നുണ്ട്. പാട്ടുംപാടിയാണ് വരുന്നത്. അവന്റെ ഉദ്ദേശം എന്താന്ന് മാറി നിന്ന് കാണാം. മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് പോലും മനസ്സിലാകാതെ പോകും മുതലാളി. മനസ്സിലായ മുതലാളി. എന്നെ വേണം കുടിക്കാൻ.
കൊണ്ടുവന്നതേ ഉള്ളൂ. കാണാൻ കൊതിയാണ്. ഡയമണ്ട് വെച്ചിട്ടുള്ള എന്ത് സാധനമാണ് എനിക്ക് വാങ്ങിക്കൊണ്ടുവന്നത്? ഓരോ കുത്തിച്ചിട്ട് ഇതിൽ ഡയമണ്ട് ഉണ്ട്, എക്സ്പീഡ് ഉണ്ട്, ഗ്ലാമർ ഉണ്ട്, എന്തിന് നിന്റെ അച്ഛൻ ജോക്കർ വരെയുണ്ട്. മിണ്ടില്ല. മുത്തേ പിഴവല്ലേ? ഈ ഗോപിയേട്ടന്റെ ഒരു കാര്യം എനിക്കാകപ്പാടെ പേടിയാകുന്നു ഗോപിയേട്ട. നീ ആരെയാണ് പേടിക്കുന്നത്? സിലോണിൽ നിന്നും കൊച്ചു മുതലാളി ഇല്ലായിരുന്നു. പണ്ടേ കൊച്ചു മുതലാളിക്ക് എന്റെ മേലൊരു കണ്ണുണ്ടെന്ന് ഗോപിയേട്ടൻ അറിയില്ലേ? ഓ, അവനെങ്കിൽ ആ കണ്ണിനെ കുത്തിപ്പൊട്ടിക്കും. ഒറ്റയ്ക്ക് ഗോപിയേട്ടനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കുടുംബത്തിന്റെ ധീരതയെ പറ്റി നിനക്കെന്തറിയാം? ധീരതയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും പിന്നിലല്ല ദേവകി. ഈ ഗോപിയേട്ടന്റെ ഒരു കാര്യം മദ്രാശിയിൽ ഒരു തുണിമില്ലിൽ ചിലപ്പോൾ ഒരു ജോലി തരപ്പെടും. ഈ റൗഡികളുടെ ഇടയിൽ എന്നെ തനിച്ചാക്കിയിട്ട് പോവുകയാണോ ഗോപിയേട്ടൻ? എത്ര ദൂരെയാണെങ്കിലും ദേവകി എപ്പോഴും എന്റെ മനസ്സിലുണ്ടാകും. എന്റെ ഗോപിയേട്ട, എന്റെ ദേവകി. ഓരോരുത്തന്മാരുടെ ഒരു ഭാഗ്യം കണ്ടില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ പരിപിടിപ്പിക്കാതെ വേറെ എവിടെയെങ്കിലും പൊക്കൂടെ? എമ്പോക്കിത് അയ്യോ, ഞാൻ നോക്കിയത്. അതെ, വിടാം. അമ്മേ. അയ്യോ, കൊച്ചുമുതലാളി ഓടിക്കോ. ഓടിത്താൻ. അയ്യോ, കൊച്ചുമുതലാളി. സിലോണിൽ നിന്ന് വന്ന എന്റെ മകനെ എന്ത് ചെയ്തതാ? അയ്യോ ഡാഡി, അവനെ ഒന്നും ചെയ്തില്ല. സിലോണിൽ പോയിട്ട് നീ എന്തൊക്കെ പഠിച്ചു? സിലോണിലെ കണ്ട ബാങ്കുകളിൽ നിന്ന് ലോൺ അടക്കം പഠിച്ചു. എന്നിട്ട് ലോൺ എടുത്ത് ഇപ്പോൾ സീലാണ് ഈ ലോൺ മാത്രമായി. നീ എന്റെ സമർത്ഥനായ റെസിസ്റ്റന്റ്. പക്ഷേ ആ സാമർത്ഥ്യം എന്നോട് കാണിക്കുന്ന വെള്ളമാണെന്നും അനുഭവത്തിൽ നീ പഠിച്ചു കഴിഞ്ഞു. അവസാനമായി ചോദിക്കാം, ആ രത്നമാറിൽ നിന്നും നീ നടത്തിയിട്ട് എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? സത്യമാണ്, നീ ആവശ്യപ്പെടുന്ന പണം തരും. പക്ഷേ ആ രത്നം എനിക്ക് കിട്ടിയത് നീ പറയില്ല അല്ലേ? മോനെ ആരാണോ? എന്താണ് ഇവർ പറയുന്നത്? ഡാഡി, ഇവരുടെ പല രത്നങ്ങൾ എന്റെ കയ്യിലുണ്ട്. എന്നെ പറ്റി ജീവിക്കുകയാണെന്ന് നീ വ്യാപരിച്ചു അല്ലേ? ഇതാ ആർക്കെങ്കിലും ഇതാ ഇങ്ങനെ മാനേജർ, പോലീസിനോട് ഞാനത് വിളിക്കില്ല. അവൻ എവിടെയാണ്? നിങ്ങളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഗോപി, ഇനി മുതൽ നീയാണ് ഈ ഫാക്ടറിയുടെ മാനേജർ.